Good evening. അപ്പൊ നമ്മള് വീണ്ടും ഇന്ന് വന്നിരിക്കുന്നത് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് ഡിസ്കസ് ചെയ്യാനായിട്ടാണ്. ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ചോദ്യം, സ്ട്രെസ്സസ് ഇൻ ബീംസ് എന്ന് ഉദ്ദേശിക്കുന്ന നമ്മള് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ബെൻഡിങ് സ്ട്രെസ്സിനെ കുറിച്ചും ഷിയർ സ്ട്രെസ്സിനെ കുറിച്ചും ടോർഷണൽ സ്ട്രെസ്സിനെ കുറിച്ചും ആയിരിക്കും. In pure bending theory, the layers of fibers above and below the neutral layers respectively in a simply supported beam are in എന്താണ് എന്നാണ് ചോദ്യം. അപ്പൊ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. ബിലോ, യെസ്, ഓപ്ഷൻ എ ആണ് അഞ്ജു കമന്റ് ചെയ്തിട്ടുള്ളത്. ആനും ഓപ്ഷൻ എ ആണ് കമന്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. യെസ്, നമ്മളോട് പറഞ്ഞേക്കുന്ന above and below the neutral layer എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലെ. അപ്പൊ നമ്മൾ നോക്കുമ്പം നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മൾ നമ്മുടെ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ ബെൻഡിങ് നമ്മളൊന്ന് കൺസിഡർ ചെയ്യാനായിട്ട് പോവാം. അപ്പൊ അതെ, എന്റെ കയ്യിലൊരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ഉണ്ടായിരുന്നു. ആ സിംപ്ലി സപ്പോർട്ടഡ് ബീമില് ഞാനൊരു UDL അപ്ലൈ ചെയ്യാൻ പോവാ, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഇതൊരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണെങ്കിൽ ഉറപ്പായിട്ടും ഇത് എങ്ങനെയായിരിക്കും ബെൻഡ് ആവുന്നത്? ഇതിങ്ങനെ സാഗ് ചെയ്യായിരിക്കും ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ സപ്പോസ് നമ്മളുടെ ഏറ്റവും ടോപ്പ് ഫൈബർ AB ആണ്, ഏറ്റവും ബോട്ടം ഫൈബർ CD ആണെങ്കിൽ നമ്മൾ ആ ബെൻഡിങ്ങിന് ശേഷം അവരുടെ ലെങ്ത് നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ കാണാൻ പറ്റുന്നത് AB എന്നുള്ളത് AB' ആകും, CD എന്നുള്ളത് CD' ആകും. ആൻഡ് നമ്മൾ അവരുടെ ലെങ്ത് ഒന്ന് നോക്കുമ്പോൾ AB' is less than AB, CD' is greater than CD ആയിരിക്കും. അതായത് നമ്മളുടെ ഔട്ടർ ഫൈബേഴ്സ്, മുകളിലുള്ള ഔട്ടർ ഫൈബർ കംപ്രസ്ഡ് ആയതായിട്ടും കാണാൻ പറ്റി, ബിക്കോസ് അവരുടെ ലെങ്ത് കുറഞ്ഞു പോയി, വിച്ച് മീൻസ് ദാറ്റ് അവിടെ ഒരു കംപ്രഷൻ വരുന്നതായിട്ട് കാണാൻ പറ്റി. ആൻഡ് എന്നാൽ താഴത്തെ ഫൈബറിന്റെ നീളം കൂടി അവിടെ ഒരു ടെൻഷൻ വരുന്നതായിട്ട് കാണാൻ പറ്റി. അപ്പോൾ നമ്മൾ പഠിക്കാറുണ്ട് അല്ലെ, ബെൻഡിങ് സ്ട്രെസ് നമ്മൾ നോക്കുമ്പോൾ മുകളില് കംപ്രസീവ് സ്ട്രെസ്സസ് ആയിരിക്കും, താഴെ എന്തായിരിക്കും? ടെൻസൈൽ സ്ട്രെസ്സസ് ആയിരിക്കും. ആൻഡ് ഈ സ്ട്രെസ്സസിന് ഒരു പ്രത്യേകതയുണ്ട്. ഇതാണ് നമ്മളുടെ ബീമിന്റെ ക്രോസ് സെക്ഷൻ എന്ന് വിചാരിക്കുക. ഓക്കെ, നമ്മൾ ആ ബീമിനെ ഒന്ന് 3 ഡയമെൻഷനലി അനാലിസിസ് ചെയ്താൽ എങ്ങനെയായിരിക്കും അതിന്റെ ക്രോസ് സെക്ഷൻ നിൽക്കുന്നത്? അപ്പൊ ഈ ക്രോസ് സെക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് എന്ത് സംഭവിക്കുന്നത്? കംപ്രഷൻ ഉണ്ടാവുന്നത്. അതേപോലെ തന്നെ ക്രോസ് സെക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും താഴെ ടെൻസൈൽ സ്ട്രെസ് ക്രിയേറ്റ് ആവുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അവരെ ഒരു നോർമൽ സ്ട്രെസ്സിന്റെ കാറ്റഗറിയിൽ തന്നെയാണ് പെടുത്തുക. ഓക്കെ, അപ്പം ഡയറക്റ്റ് സ്ട്രെസ് അല്ലെങ്കിൽ ഒരു നോർമൽ സ്ട്രെസ് തന്നെയാണ് ആരെന്ന് പറയുന്നത്? നമ്മളുടെ ബെൻഡിങ് സ്ട്രെസ്സുകൾ. ആൻഡ് ഒരു പർട്ടിക്കുലർ ലെയർ എടുക്കുമ്പോൾ എന്താ ഉണ്ടാവില്ല? നമുക്ക് ഒരു ചേഞ്ച് ഇൻ ലെങ്ത്തും കാണാനായിട്ട് പറ്റില്ല. അതായത് നമ്മളുടെ ലെയർ എത്ര നീളമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്, ആ സെയിം നീളം തന്നെ കാണാൻ പറ്റും. ആ ലെയറിനെ നമ്മൾ വിളിക്കുന്ന പേരായിരുന്നു ന്യൂട്രൽ ലെയർ. ആൻഡ് അത് ആ ഒരു ന്യൂട്രൽ ലെയറിനെ നമുക്ക് ക്രോസ് സെക്ഷനിൽ കാണുന്ന ആക്സിസിനെ നമ്മൾ വിളിക്കുന്ന പേരായിരുന്നു ന്യൂട്രൽ ആക്സിസ്. ഓക്കെ, ഇനി സപ്പോസ് ഈ സെയിം ക്വസ്റ്റ്യൻ നിങ്ങളോട് സിംപ്ലി സപ്പോർട്ടഡ് ബീമിന് പകരം കാന്റിലിവർ ബീം ആണ് ചോദിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പൊ എങ്ങനെയായിരിക്കും നമ്മൾ ചെയ്യുന്നത്? കാന്റിലിവർ ബീം എന്ന് പറയുമ്പോൾ ഒരു എൻഡ് ഫിക്സ്ഡും മറ്റേ എൻഡ് ഫ്രീം ആയിരിക്കും അല്ലെ. ഇങ്ങനെയാണ് നമ്മുടെ കാന്റിലിവർ ബീം നിൽക്കുക. ഞാൻ ഇതിന്റെ മുകളിൽ ഒരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് വെക്കാൻ പോവാണ്. അപ്പൊ ഇവരെങ്ങനെയായിരിക്കും നമുക്ക് ബെൻഡിങ് കാണിച്ചു തരുന്നത്? ഈ ബീം എങ്ങനെ ബെൻഡ് ചെയ്യാനാ സാധ്യത ഉള്ളത്? എങ്ങനെയായിരിക്കും വളഞ്ഞു പോകുന്നത് അല്ലെ. അപ്പൊ അതിനെ നമ്മൾ ഹോഗിങ് എന്നാണ് വിളിക്കുക. ഓക്കെ, ഒരു ഹോഗിങ് നേച്ചർ ആണ് കാണാൻ പറ്റുന്നത്. ആൻഡ് ഹോഗിങ് നേച്ചറിൽ കംപ്രഷൻ ബോട്ടത്തിലും ടെൻഷൻ എവിടെയായിരിക്കും? ടോപ്പിലും ആയിരിക്കും. അപ്പൊ ഈ ഒരു റീസൺ വെച്ച് തന്നെ നമ്മളോട് RCCയിൽ ഒരു ചോദ്യം ചോദിക്കാറുണ്ട്. അതായത് സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ ടെൻഷൻ റീഇൻഫോഴ്സ്മെന്റ് എവിടെ കൊടുക്കണം, കാന്റിലിവർ ബീമിന്റെ ടെൻഷൻ റീഇൻഫോഴ്സ്മെന്റ് എവിടെയാണെന്നും ചോദിക്കാം. അപ്പൊ റീസൺ ഇതാണ്, ഓർത്തു വെക്കാം. Second question, the section modulus of a hollow rectangular section is. Section modulus of a hollow rectangular section is. കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. സെക്ഷൻ മോഡുലസ് ഓഫ് ഹോളോ റെക്ടാങ്കുലർ സെക്ഷൻ ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ക്വസ്റ്റിന് തന്നെ നമുക്ക് കുറെ അധികം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട്. മോഡുലസ് ഓഫ് ഹോളോ റെക്ടാങ്കുലർ സെക്ഷൻ ഏതാണ്? കമന്റ് ചെയ്യാവുന്നതാണ് ആൻസർ കിട്ടുമ്പോൾ. സെക്ഷൻ മോഡുലസ് ഓഫ് ഹോളോ റെക്ടാങ്കുലർ സെക്ഷൻ. ഓക്കെ, രണ്ടുപേരും ഓപ്ഷൻ
എ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന്. അപ്പൊ അതിനു വേണ്ടി നമുക്ക് നമ്മളുടെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ നമ്മൾ ആദ്യം ഒന്ന് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിലെ ഫസ്റ്റ് കാര്യമാണ് നമ്മളുടെ ബെൻഡിങ് ഇക്വേഷൻ. ഓക്കെ, ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബെൻഡ് ചെയ്യുന്നതിനെ നമുക്ക് ഒരു ഇക്വേഷന്റെ രൂപത്തിൽ റിലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് നമ്മളുടെ സിംപ്ലി സപ്പോർട്ടഡ് ബീം എന്ത് മെറ്റീരിയൽ കൊണ്ടുണ്ടാക്കിയിട്ടുള്ളതാണ്, എത്ര ലോഡ് വരുന്നുണ്ട്, എത്ര സ്ട്രെസ് എടുക്കാൻ കപ്പാസിറ്റി ഉണ്ട്, അങ്ങനെ പല കാര്യങ്ങൾ വെച്ച് നമ്മൾ ഇവരെങ്ങനെ ബെൻഡ് ചെയ്യുന്നു നോക്കുമ്പോൾ നമ്മളുടെ ബെൻഡിങ് ഇക്വേഷൻ പറയുന്നത് m by I is equal to F by Y is equal to E by R എന്നാണ്. ഓക്കെ, അതിൽ എം ആയിരുന്നു നമ്മളുടെ ബെൻഡിങ് മൊമെന്റ്, നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന എക്സ്റ്റേണൽ ലോഡ് കാരണമുള്ള മൊമെന്റ്. ഐ എന്ന് പറയുന്നത് എന്തായിരുന്നു, നമ്മളുടെ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിലേക്ക് വരുന്നു. വാട്ട് ഈസ് ഐ? ക്യാപിറ്റൽ ഐ ആരെ റെപ്രസെന്റ് ചെയ്യുന്നു? എന്തിനായിരുന്നു റെപ്രസെന്റ് ചെയ്യുന്ന ക്യാപിറ്റൽ ഐ? അൺമ്യൂട്ട് ചെയ്ത് പറയാവുന്നതാണ്. യെസ്, മൊമെന്റ് ഓഫ് ഇനേർഷ്യനെ റെപ്രസെന്റ് ചെയ്യുന്നു. അതായത് മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് ഉദ്ദേശിക്കുന്നത് റെസിസ്റ്റൻസ് ടു ബെൻഡിങ് ആണ് കാണിച്ചു തരുന്നത്. ഓക്കെ, ഒരു നമ്മൾ പിടിച്ച് വളയ്ക്കാൻ നോക്കുമ്പോൾ എത്ര റെസിസ്റ്റൻസ് തരുന്നുണ്ട് നമ്മൾ ആ കൺസിഡർ ചെയ്യുന്ന ആക്സിസിന് അബൌട്ട് ആയിട്ട്, അതാണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ആൻഡ് വി ഹാവ് എഫ്. ചിലർ എഫ് യൂസ് ചെയ്യാറുണ്ട്, ചിലർ സിഗ്മ എന്നും യൂസ് ചെയ്യാറുണ്ട്, രണ്ടും സെയിം ആണ്. അപ്പൊ എഫ് എന്ന് പറയുന്നത് നമ്മളുടെ ബെൻഡിങ് സ്ട്രെസ് ആയിരുന്നു. വൈ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഞാനൊരു റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ ഉള്ള ബീമാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഇതാണ് നമ്മുടെ ന്യൂട്രൽ ആക്സിസ് അല്ലെ. നമ്മൾ ക്രോസ് സെക്ഷൻ നോക്കുമ്പോൾ എന്ത് കാര്യം നമ്മൾ അനാലിസിസ് ചെയ്യാൻ ക്രോസ് സെക്ഷൻ വേണം എടുക്കാൻ. അപ്പൊ നമ്മൾ ക്രോസ് സെക്ഷൻ എടുക്കുമ്പോൾ ന്യൂട്രൽ ആക്സിസ് കിട്ടി. ആ ന്യൂട്രൽ ആക്സിസിൽ നിന്ന് മുകളിലേക്ക് പോകും തോറും ഔട്ടർ ഫൈബേഴ്സിന് എന്താ പറ്റുന്നത്? കൂടുതൽ കൂടുതൽ കംപ്രസ്ഡ് ആകുന്നു. ബോട്ടം ഫൈബേഴ്സിന് എന്ത് പറ്റുന്നു? കൂടുതൽ കൂടുതൽ ടെൻഷൻ വരുന്നു. അപ്പോ എത്ര ദൂരത്താണ് നമ്മളുടെ ഒരു ഫൈബർ നിൽക്കുന്നത്, ആ ദൂരത്തിനെയാണ് നമ്മൾ എന്ത് റെപ്രസെന്റ് ചെയ്യുന്നത്? പൈ വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇ നമ്മൾ മെറ്റീരിയൽ സ്പെസിഫിക്കേഷൻ. ഇപ്പൊ ഞാനൊരു സ്റ്റീൽ ബീം എടുത്ത് ലോഡ് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല ഒരു വുഡൻ ബീം എടുത്ത് ലോഡ് ചെയ്യുമ്പോൾ. അപ്പം എത്രത്തോളം മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഉണ്ട് ഡിപ്പെൻഡ് ചെയ്യും. ആൻഡ് അതേപോലെ തന്നെ റേഡിയസ് ഓഫ് കർവേച്ചർ എത്രത്തോളം വളഞ്ഞു പോകുന്നു എന്ന രീതിയിൽ പറയും. അപ്പോ ഇവിടെ നമ്മൾ കോമൺ ആയിട്ട് എപ്പോഴും യൂസ് ചെയ്യുന്ന രണ്ട് റിലേഷൻ എന്ന് പറയുന്നത് എം ബൈ ഐ ഇസ് ഈക്വൽ ടു എഫ് ബൈ വൈ എന്നാണ്. ഓർ എമ്മിനെ, അതായത് നമുക്ക് എത്ര എക്സ്റ്റേണൽ മൊമെന്റ് അപ്ലൈ ചെയ്യാം എന്നുള്ളതിനെ ഞാൻ മറ്റൊരു രീതിയിൽ എഴുതിയാൽ ഇറ്റ് ഇസ് എഫ് ഇൻറ്റു ഐ ബൈ വൈ എന്ന് എഴുതാം. ഓർ വിച്ച് ഇസ് ഗിവൺ ബൈ എഫ് ഇൻറ്റു ഐ ബൈ വൈനെ നമ്മൾ വിളിച്ച പേരായിരുന്നു സെക്ഷൻ മോഡുലസ് വിച്ച് ഇസ് ഇസെഡ്. ഓക്കെ, അപ്പൊ ഏതൊരു സെക്ഷന്റെയും മൊമെന്റ് ഓഫ് ഇനേർഷ്യ ടു ദി ഡിസ്റ്റൻസ് ഫ്രം ദി ന്യൂട്രൽ ആക്സിസ് നമ്മൾ വിളിക്കുന്ന പേരാണ് സെക്ഷൻ മോഡുലസ്. അപ്പോ നമുക്ക് എങ്ങനെയാണ് ഒരു ഹോളോ റെക്ടാങ്കുലർ സെക്ഷന്റെ സെക്ഷൻ മോഡുലസ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്? വളരെ സിമ്പിൾ. നമ്മളൊരു ഹോളോ സെക്ഷൻ കൺസിഡർ ചെയ്യുന്നു. അപ്പൊ ഇത് ഹോളോ സെക്ഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെയായിരിക്കും നമുക്ക് കാണാൻ പറ്റുക. നോർമലി നമ്മളൊരു ഹോളോ സെക്ഷൻ പറയുമ്പം അവരുടെ ഡയമെൻഷൻസ് നമ്മൾ പറയുന്നത് ഉള്ളിലത്തെ വിഡ്ത്ത് സ്മോൾ ബിയും ഉള്ളിലത്തെ ഡെപ്ത് സ്മോൾ ഡിയും, വെളിയിലത്തെ വിഡ്ത്ത് ക്യാപിറ്റൽ ബിയും വെളിയിലത്തെ ഡെപ്ത് ക്യാപിറ്റൽ ഡിയും, ഇങ്ങനെയാണ് നമ്മൾ നോർമലി റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് എന്താ വേണ്ടേ? ഐ വാല്യൂ വേണം. രണ്ടുപേരും എ ആണോ എന്നൊരു കൺഫ്യൂസിംഗ് ആയിട്ട് ചോദിച്ചത് കൊണ്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ ഐ വാല്യൂ നമ്മൾ കാണാതെ ഓർത്ത് വെക്കണം. നമ്മളുടെ ഒരു ട്രയാങ്കിൾ അല്ല, റെക്ടാങ്കിളിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്തായിരുന്നു? നമ്മൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിലൊക്കെ പഠിക്കുന്നതാ. റെക്ടാങ്കിളിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് എന്താണ്? BD⁵. അപ്പൊ ഇവിടെ നമുക്ക് രണ്ട് റെക്ടാങ്കിൾസ് ഉണ്ട്. ഒരു ചെറിയ റെക്ടാങ്കിളും ഉണ്ട്, ഒരു വലിയ റെക്ടാങ്കിളും ഉണ്ട്. ആൻഡ് ഇത് ഹോളോ ആയതുകൊണ്ട് തന്നെ എത്ര ഭാഗമായിരിക്കും നമ്മളുടെ റെസിസ്റ്റൻസ് ഓഫർ ചെയ്യുന്നത്? ഇത് ഇത്രയും ഭാഗം മാത്രമേ റെസിസ്റ്റൻസ് ഓഫർ ചെയ്യുന്നുള്ളൂ. ബാക്കി ഉൾവശം എംറ്റി ആണ്. അപ്പൊ നമുക്ക് ഐ എടുക്കുമ്പം ക്യാപിറ്റൽ BD³ മൈനസ് സ്മോൾ BD³ ബൈ 12 എന്ന് എഴുതാൻ പറ്റൂ. നമുക്ക് ആ ഷെയ്ഡഡ് പോർഷന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ് വേണ്ടത്. ഇനി എന്താണ് വൈ? വൈ എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ പഠിച്ചേക്കുന്നത് നമ്മളുടെ ന്യൂട്രൽ ആക്സിസിൽ നിന്ന്, ഇതാണ് നമ്മളുടെ ന്യൂട്രൽ ആക്സിസ് എങ്കിൽ ന്യൂട്രൽ ആക്സിസിൽ നിന്ന് എക്സ്ട്രീം ഫൈബറിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് വൈ ആയിട്ട് പറയാം. അപ്പൊ ഈ കേസിൽ വൈ എന്തായിരിക്കണം? D/2 എന്ന് വേണം വരാനായിട്ട്. ഓക്കെ, അപ്പൊ I by Y നമ്മൾ കണ്ടുപിടിക്കുന്നു. I by Y കണ്ടുപിടിക്കുമ്പോൾ 2 ഉം 12 ഉം പോയിട്ട് 6 ആകും. സോ ആൻസർ എന്താണ്? ക്യാപിറ്റൽ BD³ മൈനസ് സ്മോൾ BD³ ബൈ 6. ഓക്കെ, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ.
തേർഡ് ക്വസ്റ്റ്യൻ പ്രോബ്ലം ആണ്. മുമ്പേ നമ്മൾ എപ്പോഴും പറയാറുള്ളത് പോലെ തൽക്കാലം നിങ്ങൾ വേണമെങ്കിൽ എന്ത് യൂസ് ചെയ്യുക, ഒന്ന് കാൽക്കുലേറ്റർ യൂസ് ചെയ്യുക. പിന്നെ ഇതേ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് PDF ആയിട്ട് PPT ആയിട്ട് കിട്ടുമ്പം നിങ്ങൾ ഈ സെയിം ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി ഒന്ന് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാതെ ചെയ്ത് നോക്കുക. കാരണം നമ്മൾ ഈ ഒരു അവറിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഇമ്പോർട്ടൻസ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 3 ഇതാ പറയുന്നത്. A simply supported beam of span 6 meter and 75 mm diameter carries a UDL of 1.5 kilonewton per meter. What is the maximum value of bending stress in megapascal? എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് എന്നുള്ള ചാപ്റ്ററിന്റെ സബ്ജക്റ്റിന്റെ ഒരു പ്രത്യേകത, നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങള്, തന്നിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ മാക്സിമം ഒന്ന് വിഷ്വലൈസ് ചെയ്യാൻ നോക്കുക. അതായത് ഒരു പിക്ചർ വരച്ച് എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് ഡേറ്റാസും കാര്യങ്ങളും ഒക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാനായിട്ട് നോക്കുക. അപ്പൊ തന്നെ നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് പ്രൊസീഡ് ചെയ്യേണ്ടത് എന്നൊരു ഐഡിയ കിട്ടും. അപ്പൊ ഇവിടെ നമുക്ക് എന്താ തന്നേക്കുന്നത്, നമ്മുടെ കയ്യിലൊരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ഉണ്ട്. ഓക്കെ, അപ്പൊ ഞാനൊരു സിംപ്ലി സപ്പോർട്ടഡ് ബീം വരച്ചു. 6 മീറ്റർ സ്പാൻ ഉള്ള സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ് ആൻഡ് 75 mm ഡയമീറ്റർ ഉള്ള ഒരു ബീമാണ്. വിച്ച് മീൻസ് ഞാൻ ഇതിന്റെ ക്രോസ് സെക്ഷൻ ഒന്ന് നോക്കിയാൽ, ഞാൻ ഇതിനെ കട്ട് ചെയ്ത് ഇതിന്റെ ക്രോസ് സെക്ഷൻ എടുത്താൽ എനിക്കൊരു സർക്കിൾ ആണ് കിട്ടുന്നത്. ഓക്കെ, ഒരു സർക്കിൾ ഷേപ്പിലുള്ള ബീമാണ് ആൻഡ് എന്താ തന്നേക്കുന്നത്, നമ്മുടെ സർക്കിളിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 75 mm. ഓക്കെ, അപ്പൊ എപ്പോഴും ഷേപ്പ് തരുന്നത് ക്രോസ് സെക്ഷന്റെ ആയിരിക്കും. സ്പാൻ തരുമ്പോൾ നമ്മുടെ ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷൻ ആയിരിക്കും. ഈ സെക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാ ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷൻ. ഇനി എന്താ ചെയ്യാൻ പോകുന്നത്, ഈ ബീം ക്യാരി ചെയ്യേണ്ടത് ഒരു UDL ആണ്. എത്ര UDL ആ ക്യാരി ചെയ്യേണ്ടത്? 1.5 kilonewton per meter എന്നുള്ളൊരു UDL ആണ് ഇത് ക്യാരി ചെയ്യാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ മാക്സിമം വാല്യൂ ഓഫ് ബെൻഡിങ് സ്ട്രെസ് കണ്ടുപിടിക്കാനാണ് ചോദ്യം. അപ്പൊ അവിടെ നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് ആൻസർ കിട്ടുന്ന ഒന്ന് കമന്റിലേക്ക് ഇട്ടേ. ഓക്കെ, കാൽക്കുലേറ്റർ യൂസ് ചെയ്യാതെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മാക്സിമം നമ്മൾ ടൈം യൂട്ടിലൈസ് ചെയ്യണം. സോ നമുക്ക് കാൽക്കുലേറ്റർ ഉപയോഗിക്കാം. പിന്നീട് നിങ്ങൾ കട്ട് ചെയ്ത് ഒക്കെ കളയാനായിട്ട് നോക്കുക. നമുക്ക് മാക്സിമം വാല്യൂ ഓഫ് ബെൻഡിങ് സ്ട്രെസ് വേണം. നമ്മൾ എങ്ങനെയാ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, നമ്മളുടെ ഒരു സർക്കുലർ ക്രോസ് സെക്ഷൻ എടുത്താൽ നമ്മളുടെ ന്യൂട്രൽ ആക്സിസ് പാസ് ചെയ്യുന്നത് ഇതുവഴിയായിരിക്കും. ആൻഡ് ബെൻഡിങ് സ്ട്രെസ്സിന്റെ വേരിയേഷൻ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലെ? എങ്ങനെയാണ് നമ്മളുടെ ബെൻഡിങ് സ്ട്രെസ്സിന്റെ വേരിയേഷൻ? അപ്പൊ നമുക്ക് അഗെയിൻ നമ്മുടെ M/I is equal to F/Y എടുക്കാമല്ലോ. M/Y is equal to F/Y എടുത്തു. നമുക്ക് ബെൻഡിങ് സ്ട്രെസ് ആ വേണ്ടേ. അപ്പൊ F is equal to നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? My/I. ഓക്കെ, അതില് M എന്ന് പറയുന്നത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ലോഡ് കാരണമുള്ള മൊമെന്റ് വിച്ച് ഇസ് എ കോൺസ്റ്റന്റ് ആ. അതേപോലെ ഞാനൊരു പെർട്ടിക്കുലർ ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ I വാല്യൂവിന് പിന്നെ വ്യത്യാസമില്ല, അതും എന്താണ്, കോൺസ്റ്റന്റ് ആണ്. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ബെൻഡിങ് സ്ട്രെസ് ഇസ് പ്രൊപ്പോർഷണൽ ടു ആരാണ്? Y. അതായത് ന്യൂട്രൽ ആക്സിസിൽ നിന്നുള്ള ദൂരം കൂടുന്തോറും നമ്മളുടെ സ്ട്രെസ്സും കൂടി വരും. അപ്പൊ അതെ നമുക്ക് ഇതിന്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട്, മൊത്തത്തില് D. ഇനി ഇതൊരു സർക്കിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് മേളിലോട്ടും താഴോട്ടും ഉള്ള സ്ട്രെസ്സുകൾ ഞാനൊന്ന് വരയ്ക്കുന്നു. അപ്പൊ നമുക്കറിയാം ഇതൊരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ആയതുകൊണ്ട് തന്നെ മുകളിലായിരിക്കും നമുക്ക് മാക്സിമം കംപ്രഷൻ. സോ ഞാനതിനെ FC എന്ന് വിളിക്കുന്നു. താഴെ ആയിരിക്കും നമുക്ക് മാക്സിമം ടെൻഷൻ, ഞാനതിനെ FT എന്ന് വിളിക്കുന്നു. ഓക്കെ, 5 ഓപ്ഷൻ കിട്ടിയിട്ടുണ്ട്. ആൻസർ A ആണ്, കറക്റ്റ് ആൻസർ ആണ്. ഇനി എന്താ കണ്ടുപിടിക്കണ്ടേ? അപ്പൊ നമുക്ക് FCയും FTയും ഇതിൽ ഏതാണ് മാക്സിമം എന്നാ ചോദിച്ചേക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. എന്താ, നമ്മളുടെ സർക്കിൾ ആയതുകൊണ്ട് തന്നെ മേളിലോട്ടും താഴോട്ടും ഉള്ള ഡിസ്റ്റൻസുകൾ നമ്മൾ YC YT എന്നാ വിളിക്കുക. അതായത് എക്സ്ട്രീം കംപ്രഷൻ ഫൈബറിലേക്കുള്ള ഡിസ്റ്റൻസ് YC എന്ന് വിളിക്കും, എക്സ്ട്രീം ടെൻഷൻ ഫൈബറിലേക്കുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ YT എന്ന് വിളിക്കും. അപ്പൊ ഇവിടെ നമുക്ക് ഭാഗ്യം ഒരു സർക്കിൾ ആയതുകൊണ്ട് തന്നെ രണ്ടുപേരും എന്തായിരിക്കും? D/2 D/2. ഓക്കെ, അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചാൽ മതി. ഒന്നെങ്കിൽ നമുക്ക് FC കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ നമുക്ക് FT കണ്ടുപിടിക്കാം. അപ്പൊ ഞാൻ FC കണ്ടുപിടിക്കാൻ പോവാ. FC കണ്ടുപിടിക്കാൻ എന്റെ ഇക്വേഷൻ എന്താ? M/I into YC. ഇനി നമുക്ക് ഇത് ഓരോരുത്തരും കണ്ടുപിടിച്ചാൽ മതി. M
നമ്മൾ അപ്ലൈ ചെയ്ത എക്സ്റ്റേണൽ ലോഡ് കാരണം ഉണ്ടാവുന്ന മൊമെന്റിനെയാണ് നമ്മൾ എം എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇവിടെ ഞാൻ അപ്ലൈ ചെയ്ത ലോഡ് എന്താ? 6 മീറ്റർ സ്പാനിൽ 1.5 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ എന്നുള്ളൊരു UDL ആണ് അപ്ലൈ ചെയ്തേക്കുന്നത്. അപ്പൊ നമ്മൾക്ക് കാണാതെ പഠിക്കേണ്ടതാ. നിങ്ങൾ ലാസ്റ്റ് ചാപ്റ്റർ അല്ലെ, ബെൻഡിങ് മൊമെന്റ് ഷിയർ ഫോഴ്സ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളതാ. ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ UDL വന്നു കഴിയുമ്പം വാട്ട് ഇസ് ദി ഇക്വേഷൻ ഫോർ മാക്സിമം ബെൻഡിങ് മൊമെന്റ്? എന്തായിരുന്നു ഇക്വേഷൻ ഫോർ മാക്സിമം ബെൻഡിങ് മൊമെന്റ്? അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞേ. Equation to find maximum bending moment will be WL square by 8. അപ്പൊ നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, വിച്ച് ഇസ് 1.5 ഇൻറ്റു 6 സ്ക്വയർ ബൈ 8 ചെയ്യുമ്പം നിങ്ങൾക്ക് യൂണിറ്റ് കിട്ടുന്നത് കിലോ ന്യൂട്ടൺ മീറ്ററിലായിരിക്കും എന്നേ ഉള്ളൂ. അപ്പം നമുക്ക് എത്ര വാല്യൂ വരുന്നത്? 1.5 ടൈംസ് 6 ടൈംസ് 6 എന്ന് പറയുമ്പം 54/8, വിച്ച് ഇസ് 6.75 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് പക്ഷെ വേണ്ടത്, നമുക്ക് ആൻസർ നോക്കിക്കേ. വി നീഡ് ഇൻ മെഗാ പാസ്കൽ. എന്തായിരുന്നു MPa എന്ന് പറഞ്ഞാല്? 1 മെഗാ പാസ്കൽ ഇസ് 1 ന്യൂട്ടൺ പെർ mm സ്ക്വയർ. അപ്പൊ നമ്മുടെ യൂണിറ്റ്സ് ന്യൂട്ടണിലും mmലും ആയിരിക്കണം. അപ്പൊ ഇത് നമുക്ക് 6.75 ഇൻറ്റു 10⁶ ന്യൂട്ടൺ mm എന്ന് എഴുതാം. അപ്പൊ നമുക്ക് M വാല്യൂ ആയി. ഇനി നമുക്ക് I വാല്യൂ കിട്ടണം. ഇതൊരു സർക്കിൾ അല്ലേ? സർക്കിളിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്താന്നാ പഠിച്ചിട്ടുള്ളത്? അതിനും നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു? πd⁴/64. അവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ദിസ് വിൽ ബിക്കം π ഇൻറ്റു 75⁴/64. അതിന് I കിട്ടും. YC വാല്യൂ എന്ന് പറയുന്നത് d/2 ആണ്, വിച്ച് ഇസ് 75/2 ആകും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആൻസർ ഓപ്ഷൻ എ ആയിട്ട് കിട്ടും. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം വരാൻ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ, ഇപ്പൊ നമ്മൾ ഇതൊരു ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും ലെങ്തി ആയിട്ടുള്ള വാല്യൂസ് ഒക്കെ. അല്ലാണ്ട് വളരെ എളുപ്പത്തിൽ കട്ടായി പോകുന്ന വാല്യൂസ് തന്നിട്ട് ഉറപ്പായിട്ടും ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാവുന്നതാണ്. നമുക്ക് ഗേറ്റ് ലെവൽ ആണെന്ന് ഒന്നും വാദിക്കാൻ പറ്റില്ല. വളരെ സിമ്പിൾ വാല്യൂസ് തന്നാൽ നമുക്കിത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോ നമ്മുടെ നാലാമത്തെ ചോദ്യം ക്വസ്റ്റ്യൻ വായിക്കാം. 2 beams have same length, same weight and same material. One beam has solid circular section and the other hollow circular section with outside diameter to inside diameter ratio equals K and having a moment of resistance M. Then, കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. Both beams will have the same strength in terms of M. Solid beam will have more strength in terms of M. Hollow beam will have more strength in terms of M and will be a function of K. Next one പറയുന്നത് it is independent of function of K. കുറച്ച് ലെങ്തി ആയിട്ടുള്ള സെന്റൻസുകളാണെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, എന്നാണ് രണ്ട് ബീംസ് ഉണ്ട്, സെയിം ലെങ്ത് ആണ്, സെയിം വെയിറ്റ് ആണ്, സെയിം മെറ്റീരിയൽ ആണ്. ഒരു ബീം സോളിഡ് ആണ്, അതർ ബീം ഹോളോ ആണ്. ഹോളോ സെക്ഷന്റെ ഔട്ട്സൈഡ് ഡയമീറ്റർ ടു ഇൻസൈഡ് ഡയമീറ്റർ റേഷ്യോ K ആണ്. മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് M ആണെങ്കിൽ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പൊ ഒരാള് ആൻസർ തന്നിട്ടുണ്ട്, C ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. Hollow beam will have more strength in terms of M and it will be a function of K. ഓക്കെ, ശരിയാണ്. നമ്മൾ എപ്പോഴും നമ്മുടെ സെക്ഷൻസ് പണിയുമ്പം എങ്ങനെ പണിയത്തുള്ളൂ? ഹോളോ ആയിട്ടേ പണിയത്തുള്ളൂ. റീസൺ എന്തായിരിക്കും? എന്തുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഹോളോ സർക്കുലർ സെക്ഷൻസ് പ്രിഫർ ചെയ്യുന്നത് കമ്പയർ ടു സോളിഡ്?
വൈ മാക്സ് കൂടുതൽ വെരി ഗുഡ്. നമുക്ക് മൊമെന്റ് ഓഫ് ഇനേർഷ്യയും അതേപോലെ തന്നെ വൈ മാക്സും കൂടുതൽ കിട്ടും. ഓക്കെ, അപ്പൊ അതനുസരിച്ച് നമ്മുടെ സ്ട്രെങ്തും കൂടും. നമ്മൾ സ്ട്രെങ്ത് എന്ന് പറയുന്നത് Z is equal to I by Y. നമ്മൾ സ്ട്രെങ്ത് ഇൻ ബെൻഡിങ് എപ്പോഴും Z is equal to I by Y എന്നാ പറയാ. അപ്പൊ നമ്മളൊരു ഹോളോ സെക്ഷൻ ആക്കും തോറും നമുക്ക് മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്തായിരിക്കും? ഇൻക്രീസ്, മൊമെന്റ് ഓഫ് ഇനേർഷ്യ കൂടിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും എന്ത് പ്രിഫർ ചെയ്യുന്നത്? ഹോളോ ബീംസിനെ പ്രിഫർ ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു സോളിഡ് ബീംസ്. ആൻഡ് നമ്മൾ അവരുടെ ഇസഡിന്റെ ടേംസ് ഒക്കെ നമ്മളൊന്ന് എഴുതി കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിട്ട് കെനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കാരണം എത്ര ഇൻസൈഡ് ഡയമീറ്റർ ടു എത്ര ഔട്ട്സൈഡ് ഡയമീറ്റർ ഉണ്ടെന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യും. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. Fifth question. The strength of a beam depends on center of gravity of the section, its weight, section modulus. Okay, the strength of a beam depends on center of gravity of the section, its weight, section modulus. Which of these statement is correct? Of course, നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞു strength of a section എന്ന് പറഞ്ഞാൽ തന്നെ എന്തിലേക്ക് വേണം നമ്മൾ പോവാനായിട്ട്? അതിന്റെ സെക്ഷൻ മോഡുലസിനെയാണ് അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. യെസ്. Sixth question. The ratio of flexural strength of two beams of square cross section, the first beam being placed with top and bottom sides horizontal, and the second beam being placed with one diagonal horizontal will be dash. അതാണ് ചോദിച്ചിട്ടുള്ളത്. ടു സ്ക്വയർ ബീംസ് ഉണ്ട്. ഒരു സ്ക്വയർ ബീം നമ്മൾ പ്ലേസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ്? ഫസ്റ്റ് സ്ക്വയർ ബീം പ്ലേസ് ചെയ്യുന്നത് ടോപ്പ് ആൻഡ് ബോട്ടം സൈഡ്സ് ഹൊറിസോണ്ടൽ ആയിട്ട് വെക്കുന്നു. രണ്ടാമത്തെ ബീം നമ്മൾ പ്ലേസ് ചെയ്യുന്നത് ഡയഗണൽ ഹൊറിസോണ്ടൽ ആയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ എത്രയാണ് ഫ്ലെക്സുറൽ സ്ട്രെങ്ത്തിന്റെ കമ്പാരിസൺ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫ്ലെക്സുറൽ സ്ട്രെങ്ത്തിന്റെ റേഷ്യോ എന്തായിരിക്കും? ഒന്ന് ചിന്തിക്കാനുള്ളതുണ്ട്. അത്ര ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യമല്ല. ഒരു കാര്യം കാണാതെ പഠിക്കാനായിട്ടുണ്ട് അവിടുന്ന്. ഓക്കെ, ഓപ്ഷൻ ഡി ആണെന്ന് പറയുന്നുണ്ട്. ആൻഡ് ഓക്കെ, കറക്റ്റ് ആൻസർ തന്നെയാണ്. √2 ആണ് കറക്റ്റ് ആൻസർ. ഇതെങ്ങനെയാ നമുക്ക് ചെയ്യുന്നത് നോക്കാം. സോ നമ്മുടെ ആദ്യത്തെ സ്ക്വയർ ബീം, ഞാൻ സ്ക്വയറിന്റെ സൈഡ്സ് എ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. അതിന്റെ ടോപ്പും ബോട്ടം ഹൊറിസോണ്ടൽ ആയിട്ട് നിൽക്കുകയാണ്. രണ്ടാമത്തെ ബീമിന്റെ പ്രത്യേകത, നമ്മുടെ സ്ക്വയർ ബീമിന്റെ ഡയഗണൽ ആണ് ഹൊറിസോണ്ടൽ ആയിട്ട് നിൽക്കുന്നത്. ഓക്കെ, സ്ക്വയർ ബീമിന്റെ ഡയഗണൽ ആണ് ഹൊറിസോണ്ടൽ ആയിട്ട് നിൽക്കുന്നത്. അപ്പം ഇത് എ നമുക്ക് കിട്ടും. ഇനി എന്താ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്? റേഷ്യോ ഓഫ് ഫ്ലെക്സുറൽ സ്ട്രെങ്ത്തുകളാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്കറിയാം ഫ്ലെക്സുറൽ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ നമ്മളെ ഫ്ലെക്സുറൽ സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ എത്ര മൊമെന്റ് ക്യാരി ചെയ്യാൻ പറ്റും. രണ്ടുപേരും സെയിം മെറ്റീരിയൽ ആണ്, ഡിഫറെന്റ് മെറ്റീരിയൽ ആണെന്നും പറയുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് സ്ട്രെസ് സെയിം ആയിരിക്കും. അപ്പൊ നമുക്ക് M1/M2 എന്ന് പറയുന്നത് എന്തായിട്ട് എഴുതാം? Z1/Z2 എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് കേസിൽ ഇറ്റ്സ് എ സ്ക്വയർ. ഓക്കെ, അപ്പൊ ഒരു സ്ക്വയർ ക്രോസ് സെക്ഷൻ ആകുമ്പം ഇസഡിന്റെ ഇക്വേഷൻ എന്താണ്? I/Y അല്ലെ? ഒരു സ്ക്വയറിനെ സംബന്ധിച്ചിടത്തോളം I എന്താ? A⁴ അല്ലെ? A⁴ ഡിവൈഡഡ് ബൈ എന്തായിരിക്കും? 12 അല്ലെ? BD³/12 പകരം നമുക്ക് A⁴/12 എന്ന് വന്നു. ഡിവൈഡഡ് ബൈ y എന്ന് പറയുന്നത് എന്താണ്? A/2. അപ്പൊ നമ്മൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് A³/6 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മളൊരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പം, ഓക്കെ, when we are considering a triangle, നമ്മൾക്ക് കാണാതെ പഠിച്ചു വെക്കാം. ബിക്കോസ് നമുക്ക് അത് പെട്ടെന്ന് ഡിറൈവ് ചെയ്ത് എടുക്കാൻ പറ്റില്ല. നമ്മുടെ Z2 എന്ന് പറയുന്നത്, Z2 എന്ന് പറയുന്നത് A³/6 √2 ആണ്.
നമ്മൾ കാണാതെ പഠിച്ചു വെക്കണം. a³/√2, അതായത് 6a³/6 അവിടെ തന്നെ ഉണ്ട്, ഒരു 1/√2 കൂടെ വരുന്നു. അപ്പൊ ഇവിടെ a³/6√2 എന്ന് വരും. സോ നമ്മൾ റേഷ്യോ എടുക്കുമ്പോൾ വിൽ ഗെറ്റ് ഇറ്റ് ആസ് റൂട്ട്. കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി. സെവൻത് ക്വസ്റ്റ്യൻ, അഗെയിൻ ഒരു പ്രോബ്ലം. A steel wire of 20 mm diameter is bent into a circular shape of 10 meter radius. The maximum stress induced in the wire is dash. കുറച്ച് ഈ വാല്യൂ 2 × 10⁶ kg per centimeter square എടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താ, ഒരു സ്റ്റീൽ വയർ 20 mm ഡയമീറ്റർ ഉള്ളത് ഒരു സർക്കുലർ ഷേപ്പിലേക്ക് നമ്മൾ ബെൻഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, രണ്ടുപേരും ആൻസർ തന്നിട്ടുണ്ട്. വെരി ഗുഡ്, കറക്റ്റ് ആൻസർ തന്നെയാണ് രണ്ടുപേരും തന്നിട്ടുള്ളത്. യെസ്, 2 × 10⁻³ അപ്പൊ നമുക്കൊരു നോർമൽ ക്വസ്റ്റ്യൻ ആണോ എന്ന് ചോദിച്ചാൽ ആണ്. അപ്പൊ എന്താ, നമുക്കൊരു സ്റ്റീൽ വയർ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇങ്ങനെ ചുറ്റിക്കിടക്കുന്ന ഒരു സ്റ്റീൽ വയർ ഉണ്ട്. ഈ സ്റ്റീൽ വയറിനെ ഞാൻ വളച്ചു വെക്കാൻ പോവാം. ഓക്കെ, ഈ സ്റ്റീൽ വയറിനെ ഞാൻ എടുത്ത് ഇതിങ്ങനെ വളച്ചു വെച്ചു. വളച്ചു വെക്കുമ്പം സ്റ്റീൽ വയർ 20 mm ഡയമീറ്റർ ആണ്. ഓക്കെ, അത് ഇതാണ് നമ്മുടെ സ്റ്റീൽ വയർ എങ്കിൽ ഈ സ്റ്റീൽ വയറിന്റെ സൈസ് 20 mm ആണ്. ആൻഡ് ഒരു 10 mm റേഡിയസ് ഉള്ള സർക്കുലർ ഷേപ്പിലേക്കാണ് ഞാൻ ബെൻഡ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പൊ 10 mm അല്ല, 10 meter റേഡിയസ് ഉള്ളത് സർക്കുലർ ഷേപ്പിലേക്ക് ബെൻഡ് ചെയ്തേക്കുന്നു. അപ്പൊ ഇതിൽ ഉണ്ടാകുന്ന മാക്സിമം സ്ട്രെസ് എന്താണെന്നാ ചോദിച്ചേക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു പിക്ചർ തന്നിട്ട് മാക്സിമം സ്ട്രെസ് എന്താന്ന് ചോദിച്ചാൽ ഇറ്റ് സീംസ് ലൈക്ക് എ സാഗിങ് അല്ലെ, നമ്മുടെ സാധാരണ സാഗിങ് പോലെയല്ലേ. അപ്പൊ സാഗിങ് വരുമ്പോ നമുക്ക് ഏത് ഇക്വേഷനെ യൂസ് ചെയ്യാൻ പറ്റൂ? m/i = f/y = e/r. നമ്മളോട് ചോദിച്ചേക്കുന്ന മാക്സിമം സ്ട്രെസ് കണ്ടുപിടിക്കാനാ. പക്ഷെ നമുക്ക് ഈ ക്വസ്റ്റ്യനകത്ത് എത്രയാണ് ഇതിന്റെ വരുന്ന ലോഡോ കാര്യങ്ങളോ ഒന്നും തന്നിട്ടില്ല. പകരം എന്തൊക്കെ തന്നിട്ടുണ്ട്? ഈ വാല്യൂ തന്നിട്ടുണ്ട്, എത്ര റേഡിയസിലാണ് ഇത് നമ്മൾ ബെൻഡ് ചെയ്തേക്കുന്നത് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മളെ ആരെ തമ്മിൽ വേണം റിലേറ്റ് ചെയ്യാൻ? ഇവര് രണ്ടുപേരെയും തമ്മിൽ വേണം റിലേറ്റ് ചെയ്യാൻ. അപ്പൊ അതിന് നമുക്ക് എഫ് എന്ന് പറയുന്നത് എങ്ങനെ കിട്ടും? എഫ് ഇസ് ഈക്വൽ ടു e/r × y. ഇനി എഫ് നമുക്ക് മാക്സിമം കിട്ടണമെങ്കിൽ എന്തായിരിക്കണം? e/r × y max. ഇനി നമ്മൾ ഈ വയറിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ ഈ ഷെയ്ഡ് ചെയ്ത പോർഷൻ ആണ് ആ വയറിന്റെ ക്രോസ് സെക്ഷൻ അല്ലെ. അപ്പൊ നമ്മുടെ ക്രോസ് സെക്ഷൻ ഒരു സർക്കിൾ ആണ്. അത് എത്ര സൈസ് ഉള്ളതാ? 20 mm ഡയമീറ്റർ ആണ്. അപ്പൊ നമുക്ക് അതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? 6 കിട്ടും അല്ലെ. റേഡിയസ് ഓഫ് കർവേച്ചർ എത്രയാ? 10 മീറ്റർ തന്നിട്ടുണ്ട്. നമുക്ക് എല്ലാം സെന്റിമീറ്ററിൽ വേണ്ടത് കൊണ്ട് 10 മീറ്ററിനെ ഞാൻ 1000 സെന്റിമീറ്റേഴ്സ് എന്ന് എഴുതി അല്ലെ. വൈ മാക്സിമം എന്ന് പറയുന്നത് എന്തായിരുന്നു? നമ്മളുടെ ക്രോസ് സെക്ഷനിൽ ന്യൂട്രൽ ആക്സിസിൽ നിന്ന് പോകാൻ പറ്റുന്ന മാക്സിമം ഡിസ്റ്റൻസ്. അപ്പൊ അതെന്താ? 20 mm ഡയമീറ്റർ ആകുമ്പോൾ അത് 10 mm ആകും, which is 1 centimeter എന്ന് വന്നു. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ വാല്യൂ ഓൾറെഡി ഗിവൺ ആണ്. അപ്പൊ 2 × 10⁻6 ഡിവൈഡഡ് ബൈ 1 × 1000 വരും. സോറി, തിരിഞ്ഞു പോയി. ഇവിടെ നമുക്ക് ഡിവൈഡ് ബൈ 1000 × 1. അപ്പൊ ചെയ്യുമ്പോൾ നമുക്ക് 2 × 10⁻3 വരും. ഓക്കെ, 8th question. One beam of cross section, square section, and the other having circular section are subjected to same bending moment. If the cross section area and material are same, then maximum bending stress developed in both beams is same. Circular beam experiences more bending stress than square one. Square beam experiences more bending stress than circular one. As the material is same, both beams will experience same deformation. ഒരു സ്ക്വയർ സെക്ഷനും ഒരു സർക്കുലർ സെക്ഷനും ഉള്ള ബീം നമ്മൾ എടുക്കുന്നു. സെയിം ബെൻഡിങ് മൊമെന്റ് ആണ്,
സെയിം ക്രോസ് സെക്ഷണൽ ഏരിയ ആണ്, സെയിം മെറ്റീരിയലും ആണെങ്കിൽ എന്താ പറഞ്ഞേക്കുന്നത്? ആർക്ക് മാക്സിമം ബെൻഡിങ് സ്ട്രെസ് വരുന്ന ചോദിച്ചേക്കുന്നത്. ഓക്കെ, രണ്ടുപേരുടെയും ആൻസർ കറക്റ്റ് ആണ്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഇത് വന്നത് എന്നും കൂടെ ഒന്ന് നോക്കാം. അപ്പൊ ദേ നമുക്ക് ഒരു സ്ക്വയർ സെക്ഷനും ഒരു സർക്കുലർ സെക്ഷനുമാണ് തന്നിട്ടുള്ളത്. ഓക്കെ, രണ്ടുപേർക്കും സെയിം ബെൻഡിങ് മൊമെന്റാ, സെയിം ഏരിയ ആണ്, സെയിം മെറ്റീരിയൽ ആണ്. ഓക്കെ, അപ്പൊ സെയിം മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാൻ പറ്റും? സെയിം മെറ്റീരിയൽ ആകുമ്പോൾ രണ്ടുപേരുടെയും ഈ വാല്യൂ സെയിം ആയിരിക്കും. ഓക്കെ, രണ്ടുപേരുടെയും ഈ വാല്യൂ സെയിം ആണ്. ഇനി നമുക്ക് എങ്ങനെയാ ഇവരെ റിലേറ്റ് ചെയ്യാൻ പറ്റുക? നമുക്ക് മൊമെന്റ് അറിയാം, നമുക്ക് സൈസും കാര്യങ്ങളും ഒക്കെ അറിയാം. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്താ I/Y എന്നുള്ള കണ്ടീഷനിലേക്ക് പോകണം അല്ലെ. ഇസഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇസഡ് സെക്ഷൻ മോഡുലസ് ഓഫ് സർക്കിൾ ആണ് എപ്പോഴും എന്ത്? ഗ്രേറ്റർ ദാൻ ഇസഡ് ഓഫ് സ്ക്വയർ. ഓക്കെ, സർക്കിളിന്റെ ആയിരിക്കും മാക്സിമം ദാൻ ദി സ്ക്വയർ. അതും നമ്മൾ ഇതേപോലെ കണ്ടുപിടിക്കണം. സർക്കിളിന്റെ നമ്മൾ പൈ d3/6 എന്നുള്ള രീതിയിൽ 32 എന്നുള്ള രീതിയിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ട വരും. അതേപോലെ സർക്കിൾ ആകുമ്പോൾ bd3/6 നമ്മൾക്ക് പൈ d3/32 വരും. ഇത് നമുക്ക് a⁻3/6 എന്ന് വരും. a⁻3/6 എന്ന് വരും. അപ്പൊ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എപ്പോഴും സെക്ഷൻ മോഡുലസ് ഓഫ് സർക്കിൾ ഇസ് ഗ്രേറ്റർ ദാൻ ആരായിരിക്കും? സ്ക്വയർ ആയിരിക്കും. അപ്പം സർക്കുലർ ബീം ആയിരിക്കും മാക്സിമം ബെൻഡിങ് സ്ട്രെസ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് കമ്പയർ ടു സ്ക്വയർ വൺ. നമ്മൾ തിയറിറ്റിക്കലി അത് പ്രൂവ് ചെയ്യുന്നതാണ്. ഓക്കെ, then ninth one, the ratio of moment carrying capacity of a circular beam of diameter d and a square beam of size d. The ratio of moment carrying capacity of a circular beam of diameter d and square beam of size d. വളരെ സിമ്പിളാ. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ സെയിം കൺസെപ്റ്റ് തന്നെയാണ്. നമ്മൾ അവിടെ ഇക്വേഷൻസും എഴുതിയിട്ടുണ്ടായിരുന്നു. മിസ് ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? മിസ് മുമ്പ് പറഞ്ഞില്ലേ സർക്കിളിന്റെ സെക്ഷൻ മോഡുലസ് കൂടുതൽ, അപ്പൊ അത് കൂടുതൽ സ്ട്രോങ് ആവുമല്ലേ വേണ്ടേ? സർക്കിളിന്റെ സെക്ഷൻ മോഡുലസ് നോക്കട്ടെ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കട്ടെ. സെക്ഷൻ മോഡുലസ് അല്ലേ? ഓക്കെ, ബെൻഡിങ് സ്ട്രെസ്സിനെ കുറിച്ചാണ് ചോദിച്ചേക്കുന്നത്. നേരെ തിരിച്ചു, സെക്ഷൻ മോഡുലസ് നമുക്ക് ബെൻഡിങ് സ്ട്രെസ്സിന്റെ കേസ് അല്ലേ വേണ്ടത്. സെക്ഷൻ മോഡുലസ് കുറവാണ്. ഞാൻ പറഞ്ഞപ്പോ തിരിഞ്ഞു പോയതാ. സെക്ഷൻ മോഡുലസ് കുറവാകുമ്പോഴത്തേക്കും നമുക്ക് ബെൻഡിങ് സ്ട്രെസ് കൂടുതലായിരിക്കും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ. നമ്മൾ ജസ്റ്റ് പൈ d3/6 വരും ഒരിടത്ത്. പൈ d3/32 എന്നും വരും. മറ്റേതാണെങ്കിൽ a3/6 എന്നും ആയിരിക്കും വരുന്നത്. നിങ്ങൾ ഇത് ചെയ്തോ, ഞാനത് ക്ലിയർ ചെയ്യാം. ഞാൻ പറഞ്ഞപ്പോ തിരിഞ്ഞു പോയതാ. സ്ട്രെസ്സിന്റെ കേസാണ് പറയുന്നത്. നമുക്ക് സർക്കിൾ ആകുമ്പം നമുക്ക് m is equal to f into z എന്നാണ്. അപ്പൊ f is equal to m/z എന്നാണ് വരേണ്ടത്. അപ്പൊ നമ്മുടെ ഒരു സർക്കിളിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വരിക, നമ്മൾ സെയിം സൈസ് ഉള്ളവരാണ് എന്നൊരു അസംഷൻ എടുക്കുകയാണ്. അതായത് നമ്മുടെ പൈ d²/4 രണ്ടുപേരുടെയും ഏരിയ സെയിം ആയിരുന്നു നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. പൈ d²/4 is equal to a² എന്ന് നമ്മൾ എടുക്കും. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഡയമീറ്ററിന്റെ ടേംസിൽ എഴുതാൻ പറ്റും. which is 4a²/π എന്ന് വരും. അപ്പൊ അതിൽ നിന്ന് d² എന്ന് പറയുന്നത്, അപ്പൊ അതിൽ നിന്ന് നമ്മൾ ഡയമീറ്റർ 2a/√π എന്നൊക്കെ വരും. അങ്ങനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കണം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്യുമ്പം ഞാൻ അതിന്റെ സൊല്യൂഷൻ നിങ്ങൾക്ക് അയച്ചു തരാം. സോൾവ് ചെയ്യുമ്പം നമുക്ക് സ്ക്വയറിന്റെ സ്ട്രെസ് വരിക 6m/a³ എന്നും സർക്കിളിന്റെ സ്ട്രെസ് വരുന്നത് 22.27 m/a³ എന്നുമാണ്. ഓക്കെ,
നേരെ തിരിച്ചാണ് സെക്ഷൻ മോഡുലസ് കുറവാണ് കേട്ടോ. ഒരു മിനിറ്റ് ഞാൻ ഒന്ന് മാറ്റിക്കോട്ടെ. സെക്ഷൻ മോഡുലസ് ലെസ് ആണ്. സെക്ഷൻ മോഡുലസ് കുറവാണ്. അല്ല, സെക്ഷൻ മോഡുലസ് അല്ലല്ലോ, നമുക്ക് സ്ട്രെസ്സിനെ അല്ലേ പറയുന്നേ? ശരി, സെക്ഷൻ മോഡുലസ് കുറവാകുമ്പോൾ സ്ട്രെസ് കൂടുതലാണ്. സെയിം ഏരിയ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ സെക്ഷൻ മോഡുലസ് നമ്മൾ മാത്തമാറ്റിക്കലി ചെയ്യുമ്പോൾ കുറവായിരിക്കും. ക്ലിയർ ആയോ? നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റനിൽ നിന്ന് തന്നെ ഇത് ഏരിയ സെയിം അല്ല, നിങ്ങൾക്ക് ഇവിടെ തന്നെ നിങ്ങൾക്ക് എന്താ ആൻസർ കിട്ടിയ കമന്റ് ചെയ്തെന്ന് ചെയ്യുമ്പം ഓക്കെ, ഡി ആണ് ആൻസർ കിട്ടിയത്. ദാറ്റ് ഇസ് കറക്റ്റ്. 3π/16 എന്നാണ് കിട്ടിയത്. ഇവിടെ നമ്മൾ ഒരേ സൈസ് ഉള്ളവരെയാ കൺസിഡർ ചെയ്തേക്കുന്നത്. ഓക്കെ, നമ്മൾ ഒരേ സൈസ് എടുത്തപ്പം നിങ്ങൾ കമ്പയർ ചെയ്തത് സെക്ഷൻ മോഡുലസ് ഓഫ് സർക്കിളും സെക്ഷൻ മോഡുലസ് ഓഫ് സ്ക്വയറും നമ്മൾ കമ്പയർ ചെയ്തപ്പം നിങ്ങൾക്ക് 3π/16 എന്നാണ് വന്നത്. ഓക്കെ, അപ്പൊ 3π/16 എന്ന് പറയുമ്പം എത്രയായിരിക്കും വരിക? നമ്മളൊന്ന് കൺവേർട്ട് ചെയ്താല് വിച്ച് ഇസ് 0.588 എന്നാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ZC എന്ന് പറയുന്നത് 0.588 ഓഫ് ZS എന്നാ വരിക. അപ്പൊ അത് കുറവാണ്. ക്ലിയർ ആയോ? ആൻഡ് സ്ക്വയറിൻ്റെതാണ് ഗ്രേറ്റർ ആയിട്ട് വരുന്നത്. സെക്ഷൻ മോഡുലസ് ഓഫ് സ്ക്വയർ ഇസ് ഗ്രേറ്റർ. അവിടെ ആ ഒരു സെയിം ഏരിയ എന്നുള്ളൊരു കൺസെപ്റ്റും കൂടെ വരുന്നത് കൊണ്ടാണ് അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായത്. ഓക്കെ, അപ്പൊ നമ്മുടെ 10ാമത്തെ ചോദ്യം. Consider the following statements for a beam of rectangular cross section and uniform flexural rigidity subjected to pure bending. കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് തന്നിരിക്കുകയാണ്. ഇതിലെ ഏത് സ്റ്റേറ്റ്മെന്റ്സ് ആണ് കറക്റ്റ് എന്നാ ചോദിച്ചേക്കുന്നത്? Bending stress has maximum magnitude at top and bottom of the cross section. Bending stress varies linearly with depth of cross section. Bending stress vary parabolically throughout the depth of cross section. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം. നമ്മൾ ഇപ്പം പലതവണ പറഞ്ഞു കഴിഞ്ഞൊരു കാര്യം തന്നെയാണ് അല്ലെ. നമ്മുടെ ബെൻഡിങ് സ്ട്രെസ് എപ്പോഴും വേരി ചെയ്യുന്നത് എങ്ങനെയാണ്? ലീനിയർലിയുമാണ്. അതേപോലെ തന്നെ ഏറ്റവും മാക്സിമം മാഗ്നിറ്റ്യൂഡ് എവിടെയാണ് കാണാൻ പറ്റുന്നത്? ടോപ്പ് ആൻഡ് ബോട്ടം ക്രോസ് സെക്ഷനിലാണ് കാണാനായിട്ട് പറ്റും. ഓക്കെ, താങ്ക് യു.